മോനെ ഉറങ്ങിയില്ലേടാ? ഏ ഉറക്കം വരുന്നില്ലേ? വേദന എടുക്കുന്നുണ്ടോ? ചെങ്ങും പോകത്തില്ല കേട്ടോ. മോൻ്റെ കൂടെ തന്നെയുണ്ട്. ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കുക കേട്ടോ അച്ഛൻ. ഉറങ്ങിക്കുക. കഥ പറയണോ? എന്ത് കഥ ഇപ്പൊ പറയാ? അച്ഛൻ്റെ കഥ തന്നെ പറയാം. അച്ഛൻ അമ്മയെ പണ്ട് കാണുമ്പോഴേ അമ്മ ഭയങ്കര സുന്ദരിയായിരുന്നു. അച്ഛൻ അമ്മയുടെ പുറകെ ഇങ്ങനെ നടക്കുമായിരുന്നു. അമ്മയെ കണ്ടേ അങ്ങനെ ഒരു ദിവസം ഞാൻ അമ്മയെ കയറി പ്രപ്പോസ് ചെയ്തു. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. അമ്മ പറഞ്ഞു, താന്തിനോട് എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ, തനിക്ക് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞ് അമ്മ ചൂടായി. പക്ഷെ കുറെ നാള് കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും ഇഷ്ടത്തിലായി. അച്ഛൻ ഒരുപാട് ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഇടി കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം അച്ഛൻ ഹോസ്പിറ്റലിലായി. ഞാൻ അമ്മ കാണാൻ വന്നു. എന്നിട്ട് അമ്മ പറഞ്ഞു, അമ്മയ്ക്കിനി പോണ്ടാന്ന്. അച്ഛൻ്റെ കൂടെ തന്നെ താമസിച്ചാൽ മതി, അമ്മയ്ക്കിനി തിരിച്ച് വീട്ടിൽ പോണ്ടാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ ആയിക്കോട്ടെ, നമുക്ക് ഒരുമിച്ച് താമസിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ കല്യാണം കഴിച്ചു. ഞങ്ങളൊരു കൊച്ചു വീടെടുത്തു, ഞങ്ങൾ രണ്ടുപേരും കൂടെ. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. വീട്ടുകാരെ ഒന്നും കാണാനിട്ട്, അമ്മയുടെ അച്ഛനെ അമ്മയൊന്നും കാണാനിട്ട് എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ പറഞ്ഞു, നീ എന്തിനാടി സങ്കടപ്പെടുന്നേ? നമ്മുടെ ഭാവി ഇഞ്ഞ് വരട്ടെ. അവൻ വരുമ്പോ അവരെന്തായാലും അവനെ കാണാൻ വരുമല്ലോ. ആ സങ്കടത്തിലേക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നിനക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ഒരുപാട് നാളിന് ശേഷം നീ അമ്മയുടെ ബൈറ്റീന്ന് വരാനുള്ള സമയമായി. അമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിൽ അഡ്മിറ്റ് ചെയ്തേക്കുക. ഞാൻ അമ്മയുടെ വീട്ടുകാരെ ചെന്ന് കാണാൻ പോയി. എന്നിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലാണ്, വന്ന് കാണണം എന്ന് പറഞ്ഞു. അവരെല്ലാം മറന്ന് അമ്മയെ കാണാനായിട്ട് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, അമ്മ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴേ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ആയിരിക്കും. അമ്മയുടെ അച്ഛനും അമ്മയൊക്കെ അവിടെ ഇരിക്കുകയല്ലേ. ഇപ്പൊ ഡോക്ടർ വന്നു, ഒരു കുഞ്ഞ് വെള്ളത്തൊടിയിൽ പൊതിഞ്ഞ് നിന്നെ കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്റെ മോനെ ഞാൻ കണ്ടല്ലോ. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, അമ്മ പോയെന്ന്. തകർന്നു പോയടാ. ഒരുപാട് കരഞ്ഞ്. അപ്പൊ പോയില്ലേ. ഒരുപാട് കരഞ്ഞ് ചെറു വയ്യാതായി. എന്നിട്ട് ഒരു ദിവസം ആലോചിച്ചു, ഇതിനിങ്ങനെ വിഷമിക്കുന്നേ? എനിക്ക് മോനുണ്ടല്ലോ. എനിക്കിനി എന്റെ മോന് വേണ്ടിയിട്ട് ജീവിക്കാമല്ലോ. എന്റെ കൂടെ എന്റെ മോനുണ്ടല്ലോ. എന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ടുള്ള ജീവിതം തുടങ്ങി. നിന്റെ കൂടെ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങി. എന്നിട്ട് ഇപ്പൊ ഒരു ദിവസം നീ ഇവിടെ പോകാന്ന് പറഞ്ഞ അച്ഛന് സഹിക്കോടാ? അച്ഛന് സഹിക്കാൻ പറ്റുമോ? അമ്മ പോയപ്പോ അച്ഛന് നീ ഉണ്ടായിരുന്നു. നീ ഇവിടെ പോയാ അച്ഛൻ ആരുണ്ടാ? മോനൊന്നും പറ്റത്തില്ല കേട്ടോ. അച്ഛൻ മോന്റെ കൂടെ തന്നെ ഉണ്ട്. മോനൊന്നും പറ്റത്തില്ല. ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. ഒന്നും പറ്റത്തില്ല. മോന്റെ കൂടെ അച്ഛൻ എന്നും ഉണ്ട് കേട്ടോ. മോറിയോ ഒന്നും പറ്റത്തില്ല.